ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും രക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിങ്ങിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് തന്നെയാണ്. അവരുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്, അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനോടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ ഡീപ്പായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. ആദ്യമേ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. Eight of Swords, Emperor, Hanged One, Elder of Swords, Tower, Five of Pentacles, Seven of Swords, Elder of Cups, Oracle of Cups, Two of Wands. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അത്രയധികം തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. തകർന്നിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഈ അടുത്തെങ്ങും നമുക്ക് റീഡിങ്സിൽ ഇത്രയേറെ മാനസികമായിട്ടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഫിസിക്കൽ വേൾഡിലാണെന്നുണ്ടെങ്കിലും ഇത്രയേറെ സഫർ ചെയ്യുന്ന ഒരു പേഴ്സൺ എനർജി കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. റീസെൻ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല. കാരണം ഈ പേഴ്സൺ അനുഭവിക്കുന്ന ഇത് ആരുടെ വ്യക്തിയുടെ എനർജി ആണെന്നുണ്ടെങ്കിലും അവരനുഭവിക്കുന്ന ഇമോഷണൽ ട്രോമ ആയിക്കോട്ടെ, അവരുടെ ഒരു ഓവർ തിങ്കിങ് ആയിക്കോട്ടെ, നഷ്ടപ്പെട്ട അവസ്ഥ ആയിക്കോട്ടെ, ചില തകർച്ചകളായിക്കോട്ടെ, എല്ലാത്തിലും ആ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സർവൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഒരു ഭീകരമായിട്ട് അവർ മാനസികമായിട്ടും അല്ല, നമ്മൾ പറഞ്ഞ പോലെ ഫിസിക്കൽ വേൾഡിലാണെന്നുണ്ടെങ്കിൽ ഒരു തകർച്ച നേരിടുന്ന ഒരു വ്യക്തിയാണ്. അതെങ്ങനെയെങ്കിലുമൊക്കെ ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു എനർജി നമുക്കിവിടെ വളരെ ശക്തമായിട്ട് തന്നെ കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ ആ ഒരു ട്രാപ്ഡ് എനർജിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. അത് ചിലരെ സംബന്ധിച്ച് അവരുടെ ഒരു മെൻ്റൽ ഉണ്ടാവുന്ന സ്റ്റക്നെസ്, അല്ലെങ്കിൽ ഇനി എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും, എൻ്റെ ലൈഫ് ഇതോടെ അവസാനിച്ചോ, എനിക്കിനി മുന്നോട്ട് പോക്കില്ല എന്നൊക്കെ കാര്യത്തിൽ പോലും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാവും. അതുപോലെയുള്ള ഇൻസിഡൻസ് ഈ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ചിലർക്ക് ഈ പറഞ്ഞ ട്രാപ്പ് എന്ന് പറയുന്നത് മെൻ്റലി മാത്രമായിരിക്കണം എന്നില്ല, അവരുടെ ലൈഫിൽ ഇപ്പോൾ അവർ ഏതെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. ഊരിപ്പോരാൻ ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള ഒരു സ്റ്റക്നെസ് ചിലപ്പോൾ അവർ നേരിടുന്നുണ്ടാവാം. പക്ഷേ ഇവരുടെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ അനുഭവിക്കുന്ന കാര്യങ്ങളൊന്നും ഇവർ പുറമേ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അത് നിങ്ങളോട് മാത്രമല്ല, മറ്റൊരിടത്തും അവരത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കാത്ത ഒരു എനർജിയാണ്. ഇവിടെയൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ആ ഒരു എനർജി നമുക്ക് കാണാം. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ കുറച്ചൊരു ഈഗോയിസ്റ്റിക് ഉള്ള വ്യക്തി ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും ആ ഒരു രീതിയിൽ അവർ അങ്ങനെയുള്ളൊരു സമീപനം കാണിക്കുന്നത്. ഇനിയല്ല, ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ നല്ലൊരു പ്ലേസിലിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു റെസ്പെക്റ്റോ കാര്യങ്ങളോ മറ്റുള്ളവർ ചിലപ്പോൾ ഒരുപാട് നോക്കി കണ്ടിട്ടുള്ള ഒരു വ്യക്തിത്വമൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പ്രോബ്ലം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് മറ്റുള്ളവരെ അറിയിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു നാണക്കേടായിട്ട് അവർക്കത് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ സംഭവിച്ചോ എന്ന് മറ്റുള്ളവർ അറിയുന്നത് ഒട്ടും ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ക്യാരക്ടറായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലൂടെ ആയിരിക്കും ഈ പേഴ്സൺ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർ പുറമെ ഈ പറഞ്ഞ കാര്യങ്ങൾ അനുഭവിക്കാത്തത്. മനസ്സിനകത്ത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മാനസികമായിട്ട്
അത്രയേറെ ഒരു തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ആ ഒരു സെയിം സ്റ്റക്നെസ് നമുക്ക് കാണാം. അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഒരു വെയിറ്റ് ചെയ്തിരിക്കുന്നൊരവസ്ഥ, കാര്യങ്ങൾ മറ്റൊരു ആംഗിളിലൂടെ ചിന്തിക്കുന്നുണ്ട്, ഒരുപാട് തിങ്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സൺ. അവരുടെ ഒരു സിറ്റുവേഷനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പോലും ആ ഒരു വ്യക്തി കാര്യമായിട്ട് പല രീതിയിലും ചിന്തിച്ച് തല പുണ്ണാക്കുക എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയിലൂടെ പോകുന്നൊരു വ്യക്തിയാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും എല്ലാത്തിൽ നിന്നും ഒന്ന് ഡിറ്റാച്ച് ആയിട്ട് നിൽക്കുന്നൊരു സമയമാണ്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ സമൂഹത്തിൻ്റെ മുന്നിൽ വളരെ ഹാപ്പിയാണെന്ന് കാണിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നുണ്ടാവാം. സത്യം പറഞ്ഞാൽ മാനസികമായിട്ട് അവരെല്ലാത്തിൽ നിന്നും ഒരു ഒഴിഞ്ഞു നിൽക്കുന്നൊരു അവസ്ഥ, അല്ലെങ്കിൽ ഒന്നിലും സന്തോഷിക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, അല്ലെങ്കിൽ അവർക്ക് നേരിട്ട് തകർച്ചയായിക്കോട്ടെ, ഇതൊന്നും ആരും അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണും കൂടിയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന പോലെ തന്നെ ഒരു വലിയൊരു തകർച്ച ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ നേരിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒട്ടും നനച്ചിരിക്കാത്തൊരു സമയത്ത് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. ചിലവർക്ക് അവരുടെ ഒരു ഈഗോയിന്മേൽ തന്നെ കിട്ടിയിട്ടുള്ള ഒരു അടിയായിരിക്കാം, അല്ലെങ്കിൽ ചില വ്യക്തികളോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ തകർന്നു പോയിരിക്കുന്ന ഒരവസ്ഥയാണ്. ആ ഒരു നഷ്ടബോധം, ലോസ് ഫീലിംഗ് ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ തകർച്ച എങ്ങനെ ഞാൻ നേരിടുന്നു പോലും അറിയാൻ പറ്റാത്തത്രയും കാര്യമായിട്ടുള്ളൊരു രീതിയിൽ അവർ മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ ചിലവരെ സംബന്ധിച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ചീറ്റിംഗ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ മറ്റാരെങ്കിലും നിന്ന് നേരിട്ടിട്ടുണ്ടാവാം. അപ്പോൾ ആരിൽ നിന്നും ആ ഒരു ചതി ഏറ്റുവാങ്ങിയിട്ടുണ്ട്, വിശ്വാസവഞ്ചനയ്ക്ക് പാത്രമായിട്ടുണ്ട്. നമ്മളിവിടെ കണ്ടതുപോലെ അത് മൊത്തത്തിൽ ആ ഒരു പേഴ്സണെ തകർത്ത് കളഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. തകർന്ന് തരിപ്പണമായി പോവുക എന്ന് പറയുന്നത് പോലെ അവരിപ്പോൾ ആയിപ്പോയിട്ടുണ്ട്. അത് അത്രത്തോളം അവരെ മാനസികമായിട്ട് വിഷമിപ്പിക്കുകയും, അല്ലെങ്കിൽ അത്രത്തോളം പിരിമുറുക്കം അനുഭവിക്കുകയും ചെയ്യുന്ന ആ ഒരു എനർജി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ കണ്ണടച്ച് വിശ്വസിച്ച ആരെങ്കിലും ആയിരിക്കും അവരെ ചതിച്ചിട്ടുണ്ടാവുന്നത്, അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും അവരുടെ ലൈഫിൽ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടാവുന്നത്. അതുകൊണ്ടാണല്ലോ അവരിപ്പം ഇവർ ഇത്രയും ആലോചിച്ച് കൂട്ടുന്നതും, അല്ലെങ്കിൽ എങ്ങനെ അത് ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാൽ അറ്റ് ദ സെയിം ടൈം ഇതൊന്നും ആരും അറിയാതിരിക്കാനും ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ കുറച്ചൊരു ഇൻറ്റ്യൂട്ടീവായിട്ടൊക്കെ ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ അവരുടെ ഒരു ഗട്ട് ഫീലിംഗ് വർക്ക് ചെയ്യാനായിട്ടൊക്കെ തുടങ്ങിയിരിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കാം. അതായത് ചില കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ ഇല്ലാത്ത അനുഭവങ്ങളായിരിക്കും ചിലപ്പോൾ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. നമ്മളിവിടെ കണ്ടതുപോലെ അങ്ങനെയുള്ളൊരു തകർച്ചയൊക്കെയാണ് നേരിട്ടിട്ടുള്ളതെങ്കിൽ ചില മനക്കണക്കുകൾ ഈ ഒരു പേഴ്സണ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ അവർ ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്ന ഒരു സമയമായിട്ട് കാണാം. എന്താണെന്നുണ്ടെങ്കിൽ അവരുടെ ഇമോഷൻസ് എല്ലാം കൺട്രോൾ ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇത്രയും ഒരു പ്രതിസന്ധികൾക്കിടയിലൂടെ ഒരു വെളിച്ചെന്ന് പറയുന്നത് പോലെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് എവിടെയോ തോന്നുന്നതായിട്ടും നമുക്ക് കാണാം. ഇത് പക്ഷേ അവരുടെ ഒരു സാഹചര്യം ആയതുകൊണ്ട് അത് നിങ്ങൾ തന്നെയാണോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം അവരുടെ പ്യുവറായിട്ട് അവരുടെ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നിങ്ങളുമായിട്ടുള്ള ഒരു എനർജിയിലേക്ക് വന്നിട്ടില്ല. അത് വരുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടുക. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഫ്യൂച്ചറിനെക്കുറിച്ച് ഓർത്ത് പ്ലാൻ ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥയിലാണ്, അല്ലെങ്കിൽ ആ ഒരു ക്രോസ് റോഡിൽ നിൽക്കുന്ന പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അവരുടെ ലൈഫിൽ നിർണായകമായിട്ടുള്ളൊരു തീരുമാനം എടുക്കേണ്ടുന്ന ഒരു സമയമാണ്. ഇനി ഇത് വൈകിക്കൂടാ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു തീരുമാനം എടുക്കണം എന്നുള്ള ആ ഒരു പ്ലാനിങ്ങിലാണ് ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു സർവൈവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരവസ്ഥയാണ്. ചിലപ്പോൾ യൂണിവേഴ്സായിട്ടായിരിക്കും പല കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള അവരുടെ ഒരു തെറ്റായ ബോധത്തിൽ നിന്ന് പുറത്തു വരാനായിരിക്കും ഇങ്ങനെയുള്ള ഇൻസിഡൻസ് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ തീർച്ചയായിട്ടും അവരുടെ അവർ എനർജിയൊക്കെ കാണുമ്പോൾ പറയുന്നൊരു കാര്യം തന്നെ അതാണ്. യൂണിവേഴ്സ് അങ്ങനെയുള്ളൊരു അടി കൊടുക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയാൻ, ലെസൺസ് ലേൺ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെയുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മാനസികമായിട്ട് അങ്ങേയറ്റം ഒരു പിരിമുറുക്കത്തിൽ, അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സിൽ, ടെൻഷനിലൊക്കെ പോകുന്ന വ്യക്തിയുടെ എനർജിയാണ്. പുറമേ അത് കാണിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഈ ഒരു അവസ്ഥയിൽ നിങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു എനർജി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വരും. 7 of Wands,
Three of Swords, Ace of Swords, Page of Swords, Five of Pentacles, Six of Cups, Two of Cups, Knight of Cups, King of Pentacles, Knight of Wands, Eight of Cups, Ace of Pentacles, Lovers. അപ്പോൾ ഇവിടെ നമുക്ക് നിങ്ങളോടുള്ള എനർജി നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ചില തിരിച്ചറിവുകൾ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ്. നേരത്തെ നമ്മൾ അവർക്ക് വേണ്ടി എടുത്ത സ്പ്രെഡിൽ അല്ലെങ്കിൽ അവരുടെ ഒരു സാഹചര്യം നമ്മൾ നോക്കിയപ്പോൾ കണ്ടതാണ് അത്രയേറെ ബുദ്ധിമുട്ടും മാനസിക സംഘർഷവും അവർ അനുഭവിക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ ചില തിരിച്ചറിവുകൾ ഉണ്ടായി തകർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് എന്നുള്ളത്. ഒരുപക്ഷെ അതിൽ നിന്നായിരിക്കാം നിങ്ങളുടെ ഒരു വാല്യൂ ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നോ കോൺടാക്റ്റിലോ അല്ലെങ്കിൽ ആ ഏതെങ്കിലുമൊക്കെ അങ്ങനെയുള്ളൊരു രീതിയിലായിരിക്കണം ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു അകൽച്ച ഈ ഒരു പേഴ്സൺ വരുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ളൊരു പേഴ്സണാണ്, നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. നിങ്ങളോടൊരു ഡിസ്റ്റൻസ് സൂക്ഷിച്ചിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഒരു ഡിസ്റ്റൻസ് ഇട്ടാണ് അവർ നിങ്ങളോട് നിന്നിരുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ നല്ല രീതിയിൽ പെയിൻഫുൾ ആയിട്ടുള്ളൊരു സാഹചര്യം നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. മാത്രമല്ല സ്റ്റിൽ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ അവർ വാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു സ്പൈങ് എനർജിയൊക്കെ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ അത്ര ഏറെ കോണ്ടാക്റ്റിൽ നിൽക്കുന്ന ഒരവസ്ഥയല്ല. ഒരു ഡിസ്റ്റൻസ് ഈ ഒരു പേഴ്സണായിട്ടിട്ട് തന്നെ മാറി നിൽക്കുന്ന ഒരു എനർജിയാണ്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അവർ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി അത്രയേറെ പരിശ്രമിക്കുന്നുണ്ട്, മനസ്സുകൊണ്ട് അത്രയേറെ ആഗ്രഹിക്കുന്നുണ്ട്. അവരായിട്ട് ഇട്ട ഡിസ്റ്റൻസ് അവരായിട്ട് തന്നെ ക്ലിയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരവസ്ഥ നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് എനർജി അല്ലെങ്കിൽ നിങ്ങളെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു സാഹചര്യത്തിൽ തള്ളിയിട്ടൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് ഒരു ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ വേണം എന്നവർ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് അത്രയേറെ ദുഃഖം തന്നിട്ടുണ്ടാവാം അവർ. അപ്പോൾ അതിൻ്റെ ഒരു എനർജിയും ഇവിടെ നമുക്ക് നല്ലതുപോലെ കാണാം. അപ്പോൾ നിങ്ങളിനി അവരെ അക്സെപ്റ്റ് ചെയ്യുമോ, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവുമോ എന്നൊക്കെ ആ ഒരു പേഴ്സണ് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കാം അവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ആക്ടിവിറ്റീസ് നോക്കുന്നത്. ഇപ്പോൾ എല്ലാവരും എല്ലാം ക്ഷമിച്ചു കൊടുക്കണം എന്നില്ല. അപ്പോൾ ചിലവർ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഓവർകം ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. നിങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു പേഴ്സണിൽ നിന്ന് പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്നു, ഓക്കെ ഞാനൊന്ന് എൻ്റെ വഴിക്ക് പോവാണ്, ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ക്വിറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. ചിലർ വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ആക്ടിവിറ്റീസ് എന്താണെന്ന് അറിയാൻ ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടാണ്. അവർ നിങ്ങളിലേക്ക് വരാൻ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ തുറന്ന് പറയാൻ അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സ് നിങ്ങളെ അറിയിക്കാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളെ നഷ്ടപ്പെടുത്തിയത് ഓർത്ത് ഈ വ്യക്തി ഒരുപാട് വേദനിക്കുന്നുണ്ട്. നിങ്ങളുടെ മെമ്മറീസ് ഉണ്ടാവുന്നുണ്ട്. ആ ഒരു പാസ്റ്റിൽ നടന്ന സംഭവങ്ങൾ അവരുടെ മനസ്സിനകത്ത് വരുന്നു എന്നുള്ളതാണ്. ആ ഒരു നഷ്ടബോധം തീർച്ചയായിട്ടും ഉണ്ട്. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഞാൻ അവസാനിപ്പിച്ചതല്ലേ, അല്ലെങ്കിൽ ഞാനായിട്ട് മാറിയിരുന്നതല്ലേ എന്നുള്ള ഒരു ചിന്താഗതി നമുക്ക് നല്ലതുപോലെ കാണാം. അപ്പോൾ നിങ്ങൾക്കൊരു പ്രഷർ തന്ന അല്ലെങ്കിൽ നിങ്ങളെ ഒരു വേദനിപ്പിക്കുന്ന സാഹചര്യത്തിലിട്ട് മാറിപ്പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളോട് ആ ഒരു ഡിസ്റ്റൻസ് സൂക്ഷിച്ച പേഴ്സൻ്റെ എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഇതിനെക്കുറിച്ച് ഓർത്ത് ആ ഒരു റിഗ്രറ്റ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ ഒരു നിങ്ങൾക്ക് ആ ഒരു കപ്പ് ഓഫ് ലവ് തരാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നേരത്തെ സ്പ്രെഡിൽ നമ്മൾ കണ്ടതാണ് ആ ഒരു ഇമോഷൻസ് അവർക്ക് തോന്നുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒരു എനർജി എടുക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള എനർജി എടുക്കുമ്പോൾ നമുക്ക് കൂടുതലൊരു ക്ലാരിറ്റി കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോടാണത് തോന്നുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ അവർക്ക് ആ ഒരു അവരുടെ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം ഒക്കെ അറിയിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു അപ്പോളജി ആ ഒരു സൈഡിൽ നിന്ന് അതും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. ആ ഒരു ഡീപ്പ് ലെവൽ സോൾ കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അവർക്കിപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളെ ഒരുപാട് തരം താഴ്ത്തി സംസാരിക്കുകയോ, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്നുള്ളത്, നിങ്ങളെ കുത്തി നോവിക്കുന്ന രീതിയിൽ വാക്കുകൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയുകയോ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ ഇപ്പോൾ അവരത് തിരുത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു വേദന വന്നപ്പോൾ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർ തകർന്നു പോയപ്പോഴല്ലേ നിങ്ങളെ കുറിച്ച് അവർ കൂടുതൽ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശരിയാണ്. അപ്പോഴാണ് ആ ഒരു വ്യക്തി കൂടുതലായിട്ട് നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ സത്യം പറഞ്ഞാൽ നിങ്ങളെന്ന് പറയുന്ന അവർക്കുള്ളൊരു മെഡിസിൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വാല്യൂ അവർ മനസ്സിലാക്കുന്നത് കൊണ്ടായിരിക്കാം. ഇനി മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്കൊരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു സാഹചര്യം തന്നതിൻ്റെ ഒരു ഇതാണോ അവരും അനുഭവിക്കുന്നത് എന്നുള്ളൊരു ചിന്തയുമായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നല്ലതുപോലെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് തോന്നുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത സ്പ്രെഡിൽ പറഞ്ഞ കാര്യമാണ്, അവരനുഭവിക്കുന്ന ഈ ഒരു വേദന അല്ലെങ്കിൽ അവരുടെ തകർച്ച മറ്റാരും അറിയരുതെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ വളരെ സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് പോകുന്നത്. കുഴപ്പമില്ലാത്തതുപോലെ മറ്റുള്ളവരെ ധരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. പക്ഷേ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളോടെല്ലാം തുറന്ന് പറഞ്ഞാലോ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളോട് പോലും ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കണമല്ലോ, അല്ലെങ്കിൽ അവരത് പുറമെ ഷെയർ ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങളോടത് തുറന്ന് പറയാൻ അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള ആ ഒരു ദുഃഖം ഇറക്കി വെക്കാനായിട്ടൊക്കെ അത്രയേറെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു എന്താ നമ്മൾ പറഞ്ഞു കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ളത്. എന്നാൽ ആ ഒരു ഈഗോ പോലും മാറ്റി വെച്ചിട്ട് നിങ്ങളോട് ഇതൊക്കെ ഷെയർ ചെയ്യാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു എനർജി നമുക്ക് കാണാം. പെട്ടെന്ന് തന്നെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു തീക്ഷ്ണമായിട്ടുള്ള ഒരു എനർജി അവരുടെ മനസ്സിനകത്ത് ഉണ്ടാവുന്നുണ്ട്. എനിക്കിനി നഷ്ടപ്പെടുത്തി കളയാൻ കഴിയില്ല എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടം, സ്നേഹം ഇതെല്ലാം പ്രാക്ടിക്കലായിട്ട് നിങ്ങളെ കാണിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിനകത്ത് വെച്ചുകൊണ്ടിരിക്കാനല്ല, അത് എല്ലാ തരത്തിലും അവരുടെ ഒരു സ്നേഹം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണോ അതങ്ങനെ തന്നെ നിങ്ങളെ അറിയിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ മറ്റൊരു സാഹചര്യത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതായിട്ടും നമുക്ക് കാണാം. മറ്റു ചില കാര്യങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് വരാനാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ലാസ്റ്റ് വന്നിരിക്കുന്ന എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ലവേഴ്സ് എനർജിയാണ്. അവർക്ക് അത്രയേറെ പ്രിയപ്പെട്ടതായിട്ട് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റെന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അതെല്ലാം ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ അവർ ഇപ്പോൾ ഉള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അവർ ഉപേക്ഷിച്ച് വരാനായിട്ട് തീരുമാനിച്ചിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമോ അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പ് എന്ത് വേണമെന്നുണ്ടെങ്കിലും ആവാം. അപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് വരണം. അവരുടെ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു റിയാലിറ്റി എന്താണ് എന്നുള്ളത് അറിയിക്കണം എന്നുള്ള തരത്തിലുള്ളൊരു എനർജി അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റൻഷനൊക്കെ നമുക്കിവിടെ കാണാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ആരുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നുണ്ട്. കാരണം ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ അവനവൻ്റെ ലൈഫിൽ നിന്ന് പഠിച്ചിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു പേഴ്സണാണ്. നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലാക്കിയിട്ട് വരുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ വേറെ എല്ലാ കാർഡ്സും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഈ 3 എനർജീസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അവരുടെ ഇപ്പോഴത്തെ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു കണക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എല്ലാം വളരെ സത്യസന്ധമായിട്ട് തുറന്ന് പറഞ്ഞ് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന പേഴ്സൺ എനർജിയാണ്. സഡൻ ആക്ഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നതും. നിങ്ങളെ സംബന്ധിച്ച് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള സ്പ്രെഡാണ്. അവരിപ്പോൾ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു എനർജി തന്നെ നമുക്കിവിടെ കാണാൻ നല്ലതാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. അത്രയും ഒരു ഹൈലി പോസിറ്റീവായിട്ടുള്ള ഒരു സ്പ്രെഡാണ് ഇതെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഓക്കെ, നമുക്ക് നോക്കാം. നമ്പർ 25, ഉരാടം നക്ഷത്രം, ആലപ്പുഴ. മൂലം നക്ഷത്രം, നമ്പർ 31, നമ്പർ 19. തിരുവാതിര, എറണാകുളം, നമ്പർ 5, നമ്പർ 20. കോട്ടയം, ലെറ്റർ കെ, ലെറ്റർ ആർ. Pisces zodiac sign, number 28, number 9, letter M. Gemini zodiac sign, number 17, Uttaram nakshatram, number 21, letter L and number 24. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചത് ഹൈലി പോസിറ്റീവായിട്ടുള്ളൊരു സ്പ്രെഡ് തന്നെയാണ്. കാരണം ഒരു സമയത്ത് നിങ്ങളെ വേണ്ടാന്ന് വെച്ച് അല്ലെങ്കിൽ നിങ്ങളോട് ഡിസ്റ്റൻസ് ഇട്ട്
മനഃപൂർവ്വം മാറി നിന്ന് അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ച് മാറി നിന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ ഉപേക്ഷിച്ച് വരാനായിട്ട് ഇപ്പോൾ ചിന്തിക്കുന്നത്. അപ്പോൾ അത്രയും ആ ഒരു പോസിറ്റിവിറ്റി നമുക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് റീകൺസിലേഷനായിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് ശക്തമായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.